ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തഞ്ചാവൂരാണ്. അപ്പോൾ തഞ്ചാവൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഓടി വരുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തഞ്ചാവൂർ ടെമ്പിൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ് തഞ്ചാവൂർ ഡാൻസിങ് ഡോൾസ്, അതെ, തലയാട്ടി ബൊമ്മകൾ. അത് തഞ്ചാവൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്ന് നമ്മുടെ യാത്ര ഈ തഞ്ചാവൂർ പാവകൾ നിർമ്മിക്കുന്ന തമിഴ്നാടൻ വില്ലേജുകളിലേക്കാണ്. ആ തഞ്ചാവൂർ പാവകളുടെ നിർമ്മാണവും അതിൻ്റെ രീതികളുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തഞ്ചാവൂർ തലയാട്ടി ബൊമ്മകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കയറി ചെന്നത് തഞ്ചാവൂർ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണുന്ന ഒരു ഷോപ്പിലാണ്. ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കളും കളിപ്പാട്ടങ്ങളുമൊക്കെ നിർമ്മിച്ച് പലരും ഇതുപോലെ അവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് അമ്പലത്തിനോട് ചേർന്നുള്ളൊരു സ്റ്റാളാണ്. അവിടുത്തെ ഒരു സുഹൃത്താണ് നമുക്ക് ഈ ഒരു വില്ലേജിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. അതായത് 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വില്ലേജിലാണ് ഈ പാവകൾ ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ പാവകൾ ഇവിടേക്ക് എത്തുന്നത്. നമ്മൾ തഞ്ചാവൂരിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് കടകളിൽ ഈ പാവകൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും. അതിങ്ങനെ കാറ്റത്ത് തലയാട്ടുന്നതും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്തുകൊണ്ട് മൂവ് ആക്കുന്നതുമൊക്കെ കാണുമ്പം അതൊരു കൗതുകമാണ്. അപ്പം ആ കൗതുകത്തിൻ്റെ പുറത്ത് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെ നമുക്ക് യാത്ര തുടരാം. നിന്നും ഈ ചേട്ടനാണ് നമുക്ക് പറഞ്ഞു തന്നത് ഈ വില്ലേജിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതിൻ്റെ നിർമ്മാണമില്ല, പക്ഷേ ഇന്ന സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വില്ലേജാണ്. ഞാൻ എന്തുകൊണ്ട് ആ വില്ലേജിൻ്റെ പേര് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം കിട്ടിയെന്ന് വരത്തില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർ ഒരു കാര്യങ്ങളും നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ അവർ മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലയിടത്തും ഇതിൻ്റെ നിർമ്മാണം ഷൂട്ട് ചെയ്യുവാനും സാധിക്കുന്നില്ല. അങ്ങനെ കുറേ ദൂരം ഈ വില്ലേജിലൂടെ അലഞ്ഞു നടന്നതിന് ശേഷം ഒരു വീട്ടിൽ നിന്നുമാണ്, ഒരു വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംരംഭത്തിൽ നിന്നുമാണ് നമുക്കിത് ഷൂട്ട് ചെയ്യുവാൻ സാധിച്ചത്. ഈ വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ വില്ലേജാണ്. ഓടിട്ട വീടുകളും ഓലമേഞ്ഞ വീടുകളുമുള്ള, അതായത് വേലി കെട്ടി വരമ്പ് തിരിക്കാത്ത ഒരു ചെറിയ കുഞ്ഞു വില്ലേജ്. പക്ഷേ ഈ വില്ലേജിൽ ഇത് ചെയ്യുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്. അതായത് കലം നിർമ്മിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പാവകൾ ചെയ്യുന്നത്. ഈ പാവ ചെയ്യുന്നവരെ കണ്ടെത്തുവാൻ വേണ്ടി എളുപ്പമാണ്. കാരണം ഈ വീടിൻ്റെ മുന്നിൽ ക്ലേ കൂട്ടിയിട്ടിരിക്കും, അല്ലെങ്കിൽ കലങ്ങൾ നിർമ്മിച്ച് വെച്ചിരിക്കും. അവിടെ മസ്റ്റായിട്ടും ഇത് നിർമ്മിക്കുന്നുണ്ടായിരിക്കും. അപ്പം തഞ്ചാവൂർ പാവ ചെയ്യുന്ന വീട്ടിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഈ വീടിൻ്റെ മുകൾ ഭാഗത്താണ് അവർ, ഇവിടുത്തെ ഓണർ ഇവിടെ ഇല്ല. അപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നൊരു ചേച്ചിയാണ് പറഞ്ഞത് ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ നിർമ്മാണം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ, അതായത് പാവകളുടെ പെയിൻറ്റിങ്ങും കണ്ണ് വരയ്ക്കലും നിർമ്മാണവുമാണ് ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തപ്പെട്ടു. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഡിഫറൻ്റായിട്ടുള്ള പാവകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് തലയാട്ടി ബൊമ്മകളല്ല, ഫുള്ളായിട്ട് അനങ്ങുന്ന തരത്തിലുള്ള ഒരു രാജാവിൻ്റെ അഗ്നിയുമാണ് കൂടുതലായിട്ട് ഇവർ നിർമ്മിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഫുൾ മൂവ് ചെയ്യുന്ന ഒരു പ്രതിമയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരുപാട് ലിമിറ്റേഷനുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഒരു കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഇവർ
ഈ പേപ്പർ ചുറ്റുന്നത് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് ബേസിലുള്ള ഭാഗം ക്ലേ കൊണ്ടും മുകളിലുള്ള ഭാഗം അത് പ്ലാസ്റ്റിക് കൊണ്ടുമാണ് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റോ പാരീസും കനം കുറച്ച് അങ്ങനെയാണ് ഇവർ നിർമ്മിക്കുന്നത്. അപ്പം ഈ 2 പാർട്ടിനെയും തമ്മിൽ അവർ ജോയിൻ ചെയ്യുന്നത് ക്ലേ കൊണ്ടാണ്. ക്ലേ കൊണ്ട് ജോയിൻ ചെയ്യുന്നതിന് ശേഷം അതിന് മുകളിൽ പേപ്പർ ചുറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും വ്യക്തമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവർ യൂട്യൂബർമാർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതെന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ കൂടുതലായിട്ടും പൈസയൊക്കെ ബാർഗൈൻ ചെയ്യുന്ന ഒരു നിലപാടാണ് കാണുവാൻ സാധിച്ചത്. പക്ഷേ കണ്ടുകൊണ്ട് നിൽക്കുവാൻ വളരെ കൗതുകമുള്ളതും ഒരു കാഴ്ച കൂടിയാണ്. അപ്പം ഡിഫറൻറ്റ് ടൈപ്പിലുള്ള തഞ്ചാവൂർ പാവകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അവർ ആ പേപ്പർ ചുറ്റുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന പാട്ടെന്ന് പറയുന്ന ക്ലേ കൊണ്ട് കട്ടിയുള്ള പാട്ടാണ്. അതിനാണ് വെയിറ്റ് ഉള്ളത്, ബേസിൽ വെയിറ്റ് ഉള്ളത്. ടോപ്പിലുള്ള ഭാഗമെന്ന് പറയുന്നത് വെയിറ്റ് കുറഞ്ഞത് പ്ലാസ്റ്റർ പാരീസിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇത് നോർമലി നമ്മൾ തറയിലേക്ക് വെക്കുന്ന സമയത്ത് അത് വെയിറ്റ് കൊണ്ടിങ്ങനെ മൂവ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഭാഗം കണ്ടോ, വളരെ തിന്നായിട്ടുള്ള ഭാഗമാണ്. ഇത് രാജാവിൻ്റെ ഹെഡാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു സ്ത്രീ കൂടി ഇരിപ്പുണ്ട്. ആ ചേച്ചി അവിടെ ചെയ്യുന്നത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമകളെ പെയിൻറ്റ് ചെയ്യുകയാണ്. അതായത് പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 2ഉം 3ഉം ഘട്ടങ്ങളായിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. ഓരോ കളറും, അതായത് ഹെയറിനുള്ള കളറും ഡ്രസ്സിനുള്ള കളറും ബോഡിക്കുള്ള കളറും സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. ഓരോ ഭാഗവും ഉണങ്ങിയതിന് ശേഷം അത് കളർ ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഫൈനലായിട്ട് അതിൻ്റെ കണ്ണ് വരയ്ക്കുന്ന വളരെ സ്പീഡിലാണ് അവർ ഡെയിലി ചെയ്യുന്ന വർക്കായതുകൊണ്ട് വളരെ സ്പീഡിലാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാഴ്ചകളെ എനിക്ക് അവിടെ നിന്ന് ശേഖരിക്കുവാൻ സാധിച്ചുള്ളൂ. അതിന് പുറത്തേക്ക് വന്നപ്പം വലിയ പാവകളും, ഇത് പ്ലാസ്റ്റർ പാരീസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു രൂപം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.